നിങ്ങളൊരു യുണീക്ക് പ്രോഡക്റ്റ് ഐഡിയ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും AI പ്ലാറ്റ്ഫോംസിനെ കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഇറക്കല്ലേ. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഒരു MVP വരെയാണെങ്കിൽ ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് മുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി ഇതുപോലെ ഒരുപാട് AI പ്ലാറ്റ്ഫോംസിന്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. അങ്ങനെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിൽഡ് ചെയ്ത് മാത്രമല്ല, ഇവരിത് ലോഞ്ചും ചെയ്തു. ഓക്കെ, അതിൽ കസ്റ്റമേഴ്സ് വന്നു. പിന്നെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാനും പറ്റുന്നില്ല. ഫുള്ള് ആകെ പെട്ടൊരവസ്ഥയായി. പുള്ളിയുടെ പ്രൊഡക്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മിക്സ് ഓഫ് AI പ്ലാറ്റ്ഫോംസ്, നോ കോഡ് പ്ലാറ്റ്ഫോംസ്, AI വർക്ക് ഫ്ലോസ്, ചാറ്റ് ബോട്ട്സ്, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസിന്റെ ഒരു കോമ്പിനേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ മൊത്തത്തിൽ ബ്രേക്ക് ആവും. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം, അതാണെങ്കിൽ പുള്ളിക്ക് ചെയ്യാനും അറിയില്ല. വേറെ ടീമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഇതേപോലെ AI ടൂൾസ് മാത്രം യൂസ് ചെയ്ത് ബിൽഡ് ഒരു പ്രൊഡക്റ്റ്. ബഗ്സ് വന്നാൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കെയിൽ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ പൊട്ടിപ്പോകുന്നൊരവസ്ഥ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. സോ ഇവിടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ AI പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. AI പ്ലാറ്റ്ഫോംസ്, നോ കോഡ് പ്ലാറ്റ്ഫോംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രേറ്റ് ആണ്, സൂപ്പറാണ്. പക്ഷേ ഒരു റിയൽ ആർക്കിടെക്ചറിന് ഒരിക്കലും ഇതൊരു പകരക്കാരനല്ല. അതുകൂടി നമ്മളെ മൈൻഡിൽ വേണം. എന്നിട്ടേ നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും മൂവ് ചെയ്യാനും പാടുള്ളൂ. ഇനി നിങ്ങളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു ടെക് കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ആർക്കിടെക്ചറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ലാർജർ സ്കെയിലിലേക്ക് എത്തിക്കാനായിരിക്കുമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആയിരിക്കും. ഒരു ഡെവലപ്പറുടെ കണ്ണിലൂടെ പ്രൊഡക്റ്റിന്റെ ജേർണി കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പേജ് ഒന്ന് ഫോളോ ചെയ്തോ. ഓക്കെ, ബൈ.